പുഷ്പ 2 പ്രീമിയർ ഷോ കാണാനെത്തിയ യുവതി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസ് വന്നിരിക്കുകയാണ്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയതിന് പിന്നാലെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു രേവതി എന്ന 35-കാരി മരിച്ചത്. നേരത്തെ തിയേറ്റർ മാനേജർക്കെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്ലു അർജുനെയും കേസിൽ പ്രതി ചേർത്തത്. പുഷ്പ 2 പ്രീമിയർ ഷോ കാണാൻ സംഗീത സംവിധായകൻ ദേവി ശ്രീ പ്രസാദിനൊപ്പം അല്ലു അർജുൻ സന്ധ്യ തിയേറ്ററിൽ എത്തുകയായിരുന്നു. അല്ലു അടക്കമുള്ളവർ തിയേറ്റർ സന്ദർശിക്കുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലെന്ന് ഹൈദരാബാദ് പോലീസ് അറിയിച്ചിരുന്നു. അഭിനേതാക്കൾക്ക് പ്രവേശിക്കാനും തിരികെ പോകാനും പ്രത്യേക പ്രവേശനവാതിൽ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് അറിയിച്ചു. അല്ലു അർജുന്റെ കടുത്ത ആരാധകനായിരുന്ന മകൻ തേജിന്റെ നിർബന്ധം മൂലമാണ് അപകടത്തിൽ മരിച്ച രേവതിയും കുടുംബവും പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്ക് എത്തിയത്. എന്നാൽ പ്രീമിയർ ഷോയ്ക്ക് എത്തിയ അല്ലു അർജുനെ കാണാൻ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് തേജിന് അമ്മ രേവതിയെ നഷ്ടമാവുകയായിരുന്നു. നടൻ അല്ലു അർജുന്റെ കടുത്ത ആരാധകനായിരുന്നു ഹൈദരാബാദിലെ ദിൽസുഖ് നഗർ സ്വദേശിയായ 9 വയസ്സുകാരൻ തേജ്. ഈ ആരാധന കാരണം തേജിനെ കൂട്ടുകാർ വിളിച്ചിരുന്നത് പുഷ്പ എന്നായിരുന്നു. രാത്രി 11 മണിക്കുള്ള പുഷ്പ 2 പ്രീമിയർ കാണാൻ ആരാധകരുടെ വലിയ നിര തന്നെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന് മുന്നിലുണ്ടായിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദിനൊപ്പം അല്ലു അർജുൻ ചിത്രത്തിന്റെ സ്ക്രീനിങ്ങിനായി തിയേറ്ററിലേക്ക് എത്തിയത്. ഇതോടെ താരത്തെ കാണാൻ ആരാധകർ ഉന്തും തള്ളുമായി. ഉന്തിലും തള്ളിലും തിയേറ്ററിന്റെ പ്രധാന ഗേറ്റ് തകർന്നു വീണു. ആരാധകരുടെ ആവേശം അതിരുകടന്നതോടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. തിയേറ്ററിലേക്ക് കടക്കാൻ ശ്രമിച്ച രേവതിയും തേജും ഇതോടെ ശ്വാസം മുട്ടി ബോധരഹിതരായി വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് ഇരുവർക്കും CPR നൽകിയ ശേഷം ഉടൻ തന്നെ ദുർഗാബായ് ദേശ്മുഖ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ തേജിനെ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ബേഗംപേട്ടിലെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തേജിന്റെ നില ഇപ്പോൾ ഗുരുതരമാണ്.